സീരിയസ് ആയി ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർ മാത്രം കേട്ട പേരായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ വിഘ്നേഷ് പുത്തൂർ എന്നത്. എന്നാൽ ഞായറാഴ്ച രാത്രിയോടെ അത് ഇന്ത്യൻ മാധ്യമങ്ങൾ ധോണിക്കൊപ്പം ചേർത്ത് വച്ച പേരായി. അതിന് കാരണങ്ങളുമുണ്ട്. സീനിയർ തലത്തിൽ കേരളത്തിനായി ഒരു മത്സരം പോലും കളിച്ചു പരിചയമില്ലാഞ്ഞിട്ടും ഒരു താരത്തെ മുംബൈ ഇന്ത്യൻസ് പോലുള്ള ഒരു മുൻനിര ടീം സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ആ താരത്തിന് ഒരു റേഞ്ച് ഉണ്ടാകണം. അതെ, വിഘ്നേഷ് പുത്തൂർ എന്ന മലപ്പുറത്തുകാരൻ തന്റെ റേഞ്ച് എന്തെന്ന് ഇന്നലെ കാണിച്ചു കൊടുത്തു. അതും സാക്ഷാൽ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ. അരങ്ങേറ്റ മത്സരത്തിൽ നിർണായക 3 വിക്കറ്റ് വീഴ്ത്തി. കളിക്കിടെ ധോണി മുന്നോട്ട് വന്ന് വിഘ്നേഷിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തതോടെ ഇന്റർനെറ്റ് വിഘ്നേഷിനെ തെരയാൻ തുടങ്ങി. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്ക് മുംബൈ വിഘ്നേഷിനെ ടീമിലെടുക്കാൻ കാരണം കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനായി താരം നടത്തിയ മികച്ച പ്രകടനമാണ്. ഇന്നലത്തെ പ്രകടനത്തോടെ ഇന്ത്യൻ സ്കൗട്ടിംഗ് ടീം കണ്ടെത്തിയ യുവ പ്രതിഭകളുടെ പട്ടികയിലേക്കാണ് ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നിവരോടൊപ്പം വിഘ്നേഷ് പുത്തൂരും ഇടം പിടിച്ചത്. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈയുടെ ആദ്യ മത്സരത്തിൽ 24-കാരനായ ഈ റിസ്റ്റ് സ്പിന്നർ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, ശിവം ദുബെ, ദീപക് ഹൂഡ എന്നീ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ പുറത്താക്കി വിഘ്നേഷ് തകർപ്പൻ പ്രകടനം കാഴ്ചവച്ചു. മത്സരം ചെന്നൈ വിജയിച്ചെങ്കിലും കളിയിൽ താരമായത് വിഘ്നേഷാണ്. രോഹിത് ശർമ്മയ്ക്ക് പകരം മുംബൈ ഇന്ത്യൻസിന്റെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങിയ താരമാണ് വിഘ്നേഷ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ബോൾ ചെയ്ത ആദ്യ ഓവറിൽ വീണത് ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്. 2ാം ഓവറിൽ ശിവം ദുബെയും പിന്നാലെ ദീപക് ഹൂഡയും വിഘ്നേഷിന്റെ ഇടംകൈ ലെഗ് സ്പിന്നിന് മുന്നിൽ കീഴടങ്ങി പവലിയനിലേക്ക് മടങ്ങി. കളി കഴിയുമ്പോൾ വിഘ്നേഷിന്റെ ബൌളിംഗ് ഇങ്ങനെ: 4 ഓവറിൽ 32 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. ആദ്യ 3 ഓവറിൽ 17 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു വിഘ്നേഷ്. അവസാന ഓവറിൽ രജിൻ രവീന്ദ്ര 2 സിക്സുകൾ ഉൾപ്പെടെ 15 റൺസ് അടിച്ചതോടെയാണ് 4 ഓവറിൽ 32 റൺസായത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ വിഘ്നേഷ് മീഡിയം പേസറായാണ് ക്രിക്കറ്റിലെത്തിയത്. പ്രാദേശിക പരിശീലകനായ മുഹമ്മദ് ഷെരീഫാണ് വിഘ്നേഷിനെ ചൈനാമാൻ പന്തുകളെറിയാൻ പ്രേരിപ്പിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിയായ വിഘ്നേഷ് കേരള കോളേജ് പ്രീമിയർ ലീഗിൽ നടത്തിയ മികച്ച പ്രകടനം വഴിയാണ് KCL-ലെത്തിയത്. തികച്ചും സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വിഘ്നേഷ് വരുന്നത്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. കഠിനാധ്വാനം കൈമുതലാക്കിയാണ് വിഘ്നേഷ് ക്രിക്കറ്റിൽ തന്റേതായ മേൽവിലാസം സ്വന്തമാക്കിയത്. അഭിനന്ദനങ്ങൾ വിഘ്നേഷ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.